നമുക്കിനി മറ്റൊരു കാഴ്ചയിലേക്ക് പോകാം. വ്യത്യസ്തമായ പ്രവർത്തനവുമായി വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് വയനാട്ടിലെ ജനമൈത്രി പോലീസ്. തിരുനെല്ലി SAUP സ്കൂളിലെ ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പഠനയാത്ര കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി മാറി. ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ് വിദ്യാർത്ഥികൾ ആദ്യം എത്തിയത്. SP തബോഷ് ബസ്മദാരി തന്നെ നിറച്ചിരികളുമായി കുരുന്നുകളെ വരവേൽക്കുകയായിരുന്നു. കുട്ടികളെ സ്വന്തം കസേരയിലിരുത്തി ഫോട്ടോ എടുത്ത ശേഷം അവർക്ക് മധുരവും നൽകിയാണ് അദ്ദേഹം യാത്രയാക്കിയത്. അത് റാങ്കാണ്. എൻ്റെ റാങ്ക് ജില്ലാ പോലീസ് മേധാവിയാണ്. അതുകൊണ്ട് ഇവിടെ ഇതെന്താ അശോക പിന്നെ ഇത് സ്റ്റാർ. അപ്പോൾ ഒരു SP റാങ്കിൽ ഇതൊക്കെ വരും. ഒരു SI റാങ്കിൽ 2 സ്റ്റാറുകൾ വരും. ഇൻസ്പെക്ടറിന്റെ റാങ്കിൽ 3 സ്റ്റാറുകൾ വരും. കേട്ടോ, മനസ്സിലായോ? അത് റാങ്ക്. വീശ പിരിച്ച് വിറപ്പിച്ച് നടക്കുന്ന മുഖം മാത്രമല്ല, ഇങ്ങനെ കളിച്ച് തിരിച്ച് കുട്ടികൾക്കൊപ്പം രസമായി ഇരിക്കാനും പോലീസുകാർക്ക് അറിയാം. അതിലൊരു ദൃശ്യത്തിലൊരു ഭാഗത്തുണ്ട് കുട്ടികളെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവി യാത്രയാക്കുന്നത്. അതിൽ നിന്ന് തന്നെ ആ കുട്ടികളോട് എത്രത്തോളം മാനസികമായ ഒരു അടുപ്പം അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മാത്രമല്ല, എല്ലാ പോലീസുകാരും അതേ പാട്ടുപാടി കളിച്ച് ചിരിച്ച് സ്വന്തം മക്കളോട് എങ്ങനെയാണ് ഇടപഴകുന്നത് അതുപോലെ തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക. നമുക്കൊപ്പം M കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, സമീപകാലങ്ങളിലായി പോലീസുകാർക്കെതിരെ വന്ന നിരവധി വാർത്തകളുണ്ട്. അതൊക്കെ പോലീസിലെ ചില പുഴുക്കുത്തുകൾ മാത്രമാണ്, ചിലർ മാത്രമേ അത്തരം പ്രശ്നക്കാരായിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ. ശരിക്കും ഇങ്ങനെ ആകണം പോലീസ്. ജനമൈത്രി പോലീസിന്റെ ഇതുപോലെയുള്ള നല്ല കാഴ്ചകൾ നമ്മൾ തത്സമയ റിപ്പോർട്ടറിലൂടെ തന്നെ പലതവണ പങ്കുവച്ചിട്ടുമുണ്ട്. വയനാട്ടിലെ ജനമൈത്രി പോലീസിനെ കുറിച്ച് നമ്മൾ തത്സമയത്തിൽ തന്നെ അടുത്ത കാലത്ത് സംസാരിച്ചതാണ്. അന്ന് കുറേ അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും കൂടെ യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥർ നൃത്തം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇത്തവണ കുറച്ച് കുട്ടികളെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ജനമൈത്രി പോലീസ് ഒപ്പം കൂട്ടിയത്. തിരുനെല്ലിയിലെ SAUP സ്കൂൾ എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് ഗോത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. അവിടുത്തെ ഗോത്രവർഗ വിദ്യാർത്ഥികളെക്കായാണ് ഒരു പഠനയാത്ര ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ചത്. ആദ്യം തന്നെ അവരെത്തിയത് കൽപ്പറ്റയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്കാണ്. ഏറെ ജനകീയനായ ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസ്മദാരി അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. മാത്രമല്ല, അവരുടെ സംശയങ്ങളൊക്കെ അദ്ദേഹം ദൂരീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാം. തോളത്തെ സ്റ്റാറിനെ കുറിച്ചും അശോക സ്തംഭത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം നല്ല മലയാളത്തിലാണ് ആ കുട്ടികളോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്ന ഉദ്യോഗസ്ഥരിൽ മറ്റൊരു ഉദ്യോഗസ്ഥനും ഇത്ര നന്നായി മലയാളം സംസാരിക്കുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. അതിലും വ്യത്യസ്തനാണ് വയനാട് ജില്ലാ പോലീസ് മേധാവി. എന്തായാലും അദ്ദേഹം സ്വന്തം കസേരയിലൊക്കെ കുട്ടികളെ ഇരുത്തി അവരെ ഫോട്ടോയൊക്കെ എടുത്ത് മധുരമൊക്കെ നൽകിയാണ് യാത്രയാക്കിയത്. മാത്രമല്ല, കുട്ടികൾ അതിനുശേഷം പൂക്കോട് തടാകവും വയനാട് ചുരത്തിലെ വ്യൂ പോയിന്റും മറ്റ് ചില മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും ഒക്കെ സന്ദർശിച്ചാണ് മടങ്ങിയത്. ഗംഭീരമായി അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. പോലീസുകാരോടുള്ള ഒരു പേടി പൊതുവിൽ ചെറിയ കുട്ടികൾക്കുണ്ടാവുമല്ലോ. പോലീസ് ജീപ്പ് കാണുമ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്ന പല കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് എന്തായാലും ആ പേടി കാണില്ല. കാരണം ജില്ലാ പോലീസ് മേധാവി തന്നെ അത്രത്തോളം അടുത്ത് ചെയ്ത് സംസാരിച്ച് ഇത് എന്താണ് എന്റെ ഷോൾഡറിൽ നിന്ന് നോക്കുന്നത്, എന്തിനാണ് ഈ നക്ഷത്രം എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ വളരെ രസകരമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.